ഒരിക്കൽ ലൂയി 14 ഫ്രാൻസിൽ, ലൂയി 14 ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരത്തിന്റെ ആഡംബരപൂർണമായ ദർബാർ ഹാളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലെ ഏറ്റവും വിജ്ഞാനികളായ തന്റെ മന്ത്രി പുങ്കവന്മാരോട് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാമോ? ദൈവമുണ്ട് എന്നതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പണ്ഡിതൻ മുമ്പോട്ട് വന്നിട്ട്, അവിടെ ഇരുന്നൊരു പണ്ഡിതൻ മുമ്പോട്ട് വന്നിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു. 3 അക്ഷരങ്ങൾ ഇംഗ്ലീഷിലുള്ള ഒറ്റ വാക്ക്, JEW, Jew. യഹൂദൻ ചരിത്രത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമാണ് ദൈവവചനം സത്യമാണ് എന്നതിന്റെ. യഹൂദൻ ചരിത്രത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിച്ച് പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നതിന്റെ. യഹൂദൻ ചരിത്ര സാക്ഷ്യമാണ്, ജീവിക്കുന്ന സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളത്. ദൈവത്തിന്റെ വചനത്തിന്റെ ചരിത്രത്തിലെ, ദൈവത്തിന്റെ വചനത്തിന്റെ ആധ്യാത്മികാനുഭവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള ജാതിയാണല്ലോ യഹൂദൻ. ഇതുപോലെ മറ്റൊരു ഗ്രന്ഥത്തിലും ഒരു ജനതയെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചതിന്റെ പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു വംശത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, ഒന്നുമില്ലായ്മയ്ക്കകത്ത് നിന്ന വംശത്തിന്റെ ഉത്ഭവം, അതെ, അവർ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമാകില്ലത്. എന്താ കാരണമെന്നറിയാമോ? എബ്രഹാമിനും സാറയ്ക്കും സന്താനോൽപാദനത്തിന്റെ പ്രായം കഴിഞ്ഞ ശേഷം, ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതകൾ നിർജീവമായി പോയ ശേഷം ഏകദേശം 100 വയസ്സായപ്പോൾ അവർക്ക് ലഭിച്ച സന്തതിയാണ്, ആർക്കും ലഭിക്കാൻ സാധ്യതയില്ലാത്ത പ്രായത്തിൽ അവർക്ക് ലഭിച്ച സന്തതിയാണ് യിസ്ഹാക്ക്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വല്ലഭത്വത്തെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഖ്യാപനമാണ് എബ്രഹാമിന് ഒരു സന്തതിയെ കൊടുത്തു എന്നുള്ളത്. അതേ, എബ്രഹാം സേവിച്ച ദൈവത്തെ കുറെ കൂടെ അവകാശത്തോടുകൂടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള അവകാശത്തോടുകൂടെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ജനമാണ് നാം.